ഇന്ന് രാവിലെ വന്ന ഒരു അപകട വാർത്ത എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്നാണ്. വൈക്കം തോട്ടുവക്കത്ത് കാറ് കനാലിൽ വീണ ഒരാൾ മരിച്ചു എന്ന ഒരു വാർത്തയുണ്ട്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഈ കാറിലുണ്ടായിരുന്ന ആളെ, ആരുടെ കാറാണ് വണ്ടി ഓടിച്ചത് ആരാണ് എന്ന തരത്തിൽ ആളെ സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ, തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിനിഷ, ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത. എന്തായാലും ഒരു ദാരുണമായ അപകടത്തിൽ ഒരു യുവ ഡോക്ടറുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്നതാണ് ഏറെ സങ്കടകരം. വൈക്കം തോട്ടുവക്കത്ത് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി ഡോക്ടർ അമൽ സൂരജാണ് മരിച്ചത്. KV കനാലിൽ കാർ കിടക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത്. പിന്നാലെ രാത്രിയിൽ ഉണ്ടായ അപകടത്തെ തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ പുലർച്ചെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കാറിനുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് പുറത്തെടുക്കുകയും ചെയ്തത്. ആളെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഈ അമൽ സൂരജ് കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. കാറിനുള്ളിൽ നിന്നും ഫ്രിഡ്ജും മരുന്നും സൂക്ഷിച്ചിരുന്നു. കാറിനുള്ളിൽ ഫ്രിഡ്ജിൽ മരുന്നുകളും സൂക്ഷിച്ചിരുന്നു. വൈക്കത്തു നിന്നുള്ള അഗ്നിരക്ഷാ സേനയും പോലീസും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ കാർ കരയ്ക്കെത്തിക്കുകയും പിന്നീട് പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ ഇതിനകത്തൊരാൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാറിന്റെ രജിസ്ട്രേഷൻ കണ്ടാണ് അന്വേഷണം നടത്തിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മരണപ്പെട്ടത് അമൽ സൂരജാണെന്നും അദ്ദേഹം ഡോക്ടറാണെന്നും കണ്ടെത്തിയിട്ടുള്ളത്. വിനിഷ.